ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. എവിടേക്കാണെന്നല്ലേ? കണ്ണൻ്റെ സ്വന്തം നാടായ ഗുരുവായൂരിലേക്കാണ് പോകുന്നത്. കണ്ണനെ കണ്ട് തൊഴുതിട്ട് ഒത്തിരി നാളായി. മാത്രവുമല്ല, കുഞ്ഞുങ്ങൾക്ക് തുലാഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്ന് പോയി നേർച്ചയും നടത്തി കണ്ണനെ കണ്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുകയാണേ ഞങ്ങൾ. പുലർച്ചെ 3 മണിക്ക് തന്നെ എണീറ്റ് കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി ആഹാരമൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഇപ്പോൾ 4-4:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. അപ്പോൾ നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് അച്ഛനെയും അമ്മയും കൂട്ടി, പിന്നെ ഇവിടുന്ന് 2 അമ്മമാർ, ഏട്ടൻ, ഞാൻ, മക്കൾ 2 പേരും, അച്ഛൻ, ഇത്രയും പേരാണ് പോകുന്നത്. 2 അമ്മമാരെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മയും. അങ്ങനെ അച്ഛനെയും അമ്മയും വിളിക്കാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, വീട്ടിൽ വരണ്ട, ബസ് സ്റ്റോപ്പിൽ വന്നാൽ മതി. ബസ് സ്റ്റോപ്പിൽ വരാൻ പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ വീണ്ടും ലേറ്റ് ആവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി. ആ വീഡിയോ ഞാൻ എടുത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞെൻ്റെ മടിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരും കയറിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. 4-4:30 തിരിച്ചതുകൊണ്ട് തന്നെ ചായ പോലും കുടിക്കാതെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വഴിയിൽ എവിടെന്നെങ്കിലും ഒന്നോ നേരമൊക്കെ വെളുത്തതിന് ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാറിനകത്ത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പുറത്തുനിന്ന് ഫുഡ് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നാളെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പം നാളത്തെ ഒരു ദിവസം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പുറത്തുനിന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ. എന്നാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇനി പെട്രോൾ അടിക്കണം. പെട്രോൾ വെഞ്ഞാറമൂട്ടിൽ നിന്ന് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വെഞ്ഞാറമൂട് കഴിഞ്ഞിരിക്കുവാണ്. വെഞ്ഞാറമൂടുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് പെട്രോൾ അടിക്കുന്നത്. കുഞ്ഞുങ്ങൾ 2 പേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവരെ ഉറക്കപ്പായിൽ നിന്ന് തന്നെ എടുത്ത് കുളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കാറിൽ കയറി ഉടനെ തന്നെ അവർ ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. സാധാരണ നമ്മൾ തൃശ്ശൂരൊക്കെ പോകുമ്പോഴത്തേക്കും കോട്ടയം ചങ്ങനാശ്ശേരി വഴിയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ട് വഴിയല്ല പോകുന്നത്. പുനലൂർ പാല വഴിയാണ് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ട് പോവാത്തത്. റോഡ് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് പതുക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പാല വഴി പോകുന്നത്. യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ യാത്രകൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ സത്യം. വേറൊന്നുമല്ല, കുഞ്ഞുങ്ങളൊക്കെ ആയതിന് ശേഷം അവരെയും കൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുടെ കംഫർട്ടാണല്ലോ നമ്മൾ നോക്കുന്നത്. സമയം ഇപ്പോൾ 6 മണിയായി. നേരം വെളുത്ത് തുടങ്ങി. കടകളൊന്നും അധികം ഓപ്പൺ ആയിട്ടില്ല. എന്നാലും ചില ചായക്കടകളൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. നമ്മളിപ്പോൾ പുനലൂർ ഭാഗത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ പുനലൂർ എത്തിക്കഴിഞ്ഞു. ഈ കാണുന്നതാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പുനലൂർ തൂക്കുപാലം. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ 2 കരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് തൂക്കുപാലം നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അന്നത്തെ ദിവാൻ നാണുപിള്ളയാണ് കല്ലടയാറിനും മുകളിലൂടെ പുനലൂരിൽ തൂക്കുപാലം നിർമ്മിക്കാൻ 1871 അനുമതി നൽകിയത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ച് 1877 പണി പൂർത്തിയാക്കി. അതിന് 3 വർഷങ്ങൾക്ക് ശേഷം 1880 പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു ഈ തൂക്കുപാലത്തിൻ്റെത്. അപ്പോൾ പിന്നെ ഈ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഈ കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായതുകൊണ്ട് തന്നെ അത് കാണാനും വളരെ മനോഹരമാണ് ഈ പുനലൂരെന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ 2 സൈഡുകളിലായി മലകളും പുഴയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പുനലൂരെന്ന് പറയുന്നത്.
കുഞ്ഞുങ്ങളിൽ ഒരാൾ എണീറ്റു. ദക്ഷമോളാണ് എണീറ്റിരിക്കുന്നത്. മോക്ഷ ഇപ്പോഴും ഉറക്കമാണ്. ദക്ഷ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുവാണ്. കണ്ടില്ലേ, അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾക്കും ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ് ദക്ഷ. മോക്ഷക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. നല്ലൊരു കട നോക്കിയിട്ട് ചായ കുടിക്കാൻ നിർത്തണം. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. എവിടെ നിർത്തട്ടെ എന്ന് ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ നോക്കി ഒരു ചായക്കടയിൽ ഞങ്ങൾ നിർത്തി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ ഏട്ടൻ ആർക്കൊക്കെ ചായ വേണമെന്നിങ്ങനെ ചോദിക്കുവാണ്. അങ്ങനെ 5 പേർക്ക് ചായ പറഞ്ഞു. പിന്നെ വടയും പറഞ്ഞായിരുന്നു. ഞാൻ വട കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി കുറച്ചും കൂടെയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കാറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മോക്ഷമോൾ ഇതുവരെ എണീറ്റിട്ടില്ല. ദക്ഷമോൾ എണീറ്റിരിക്കുകയാണ്. മോക്ഷക്കുട്ടി നല്ല ഉറക്കമാണ്. രാവിലെ എനിക്ക് തോന്നുന്നു രാവിലെ പുലർച്ചയ്ക്ക് എണീറ്റ് കുളിപ്പിച്ചത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും നേരവും കിടന്ന് ഉറങ്ങുന്നത്. പതിവ് തെറ്റിച്ച് അവൾ ഉറങ്ങുകയാണ്. സാധാരണ 6-7 മണിയാകുമ്പോൾ എണീക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇന്നെന്താന്തോ എണീറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ റോഡിൽ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. വിജനമായിട്ട് കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്നതേ ഉള്ളൂ. അധികവും വണ്ടികളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ റൂട്ട് അങ്ങനെ തിരക്ക് കുറവാണല്ലോ, മറ്റതിനെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. അതുകൊണ്ടാവാം. പിന്നെ സമയമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ശബരിമല, എരുമേലി അങ്ങനെ ആ വഴി പോകുന്ന ആ ഒരു റോഡാണ് ഈ കാണുന്നത്. ഇരുവശത്തും മറ്റേ ഫോറസ്റ്റ് ഏരിയയൊക്കെ നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാൻ കഴിയും. കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി മൂവാറ്റുപുഴ ആ ഭാഗത്തോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനായിട്ട് എവിടെയെങ്കിലും നിർത്തണം. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് എടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എടുത്തില്ല. കാര്യം 2 പേര് കഴിക്കുമ്പോൾ 2 പേര് കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ദയവ് ചെയ്ത് ക്ഷമിക്കുക. പോരായ്മകൾ ക്ഷമിക്കുക. ഇനി അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇടാം ഞാൻ. മൂവാറ്റുപുഴ ഇനി ഇവിടുന്ന് 81 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. മണി ഇപ്പോൾ 9 മണിയായി. കഴിച്ചിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുറേ ദൂരം പിന്നിട്ടു. ഇപ്പോൾ മൂവാറ്റുപുഴ കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ചെന്നാണ് തിരക്കുകൾ വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും. മാത്രമല്ല നല്ല ചൂടുമുണ്ട്. വെയിൽ പുറത്ത് നല്ല ചൂടും വെയിലുമാണ്. നമുക്ക് കാറിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല എന്നേ ഉള്ളൂ. നല്ല തിരക്കാണ് റോഡെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പുറകെ ഇരുന്ന ദക്ഷക്കുട്ടി ഫ്രണ്ടിൽ വന്നു എൻ്റെ അടുത്ത്. ഇപ്പോൾ അവൾ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുവാണ്. നമ്മൾ മൂവാറ്റുപുഴ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് വീണ്ടും പെട്രോൾ അടിക്കുവാണ്. നമ്മൾ 1500 വെച്ചിട്ടാണ് പെട്രോൾ അടിച്ചത് കേട്ടോ. ഓരോ സ്ഥലത്തു നിന്നും 1500 കറക്റ്റ് വെച്ചിട്ട് അടിച്ചടിച്ച് പോവും. അപ്പോൾ എത്ര ആവും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ വീണ്ടും പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടങ്ങുകയാണ്. ഉച്ച കഴിഞ്ഞ് ഒരു 2-3 മണിയോടുകൂടി ഗുരുവായൂർ എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്കൊന്നും ഇല്ല എങ്കിൽ നേരത്തെ എത്തും നമ്മൾ. ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ, ആലുവ ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ അവിടെ റോഡ് പണി എന്തോ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ കിടന്നു. നല്ല ബ്ലോക്കായിരുന്നു. വണ്ടി ഇങ്ങനെ ഉറുമ്പ് എഴയും പോലെയാണ് എഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം, അങ്ങ് ദൂരെ കണ്ണെത്താത്ത ദൂരത്ത് വരെ വണ്ടി ഇങ്ങനെ കിടക്കുവാണ്. ചെറുതായിട്ട് മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ലാതെ ബ്ലോക്ക് അങ്ങോട്ട് മാറുന്നതേ ഇല്ല. എങ്ങനെയൊക്കെയോ നമ്മൾ 1 മണിക്കൂർ അവിടെ കിടന്നു. വീണ്ടും അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ സഹനീയമായ ചൂടല്ലേ. ഇപ്പോൾ ചൂടുകാലവും കൂടെ ആയതുകൊണ്ട് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ വഴിവെക്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് കരിമ്പിൻ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ആലുവ പെരുമ്പാവൂർ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ, പതുക്കെയൊക്കെ പോവാം. വൈകുന്നേരം നമുക്ക് എന്തായാലും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് തുലാഭാരം ഇന്ന് നടത്താൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നടത്താം. എന്നിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടെ കണ്ടിട്ട് നാളെ വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പതുക്കെ പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ എന്തായാലും കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങി. എല്ലാവർക്കും കരിമ്പിൻ ജ്യൂസൊക്കെ പറഞ്ഞു. ഇയാൾ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന വീഡിയോ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഒരു 3 മണിയോട് കൂടി നമ്മൾ ഗുരുവായൂരെത്തി. റൂം എടുക്കാൻ വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടിയൊന്നും വന്നില്ല. നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂമിലേക്ക് ചെന്നിട്ട് നമ്മൾ ആദ്യമേ കാറിൽ ഇരുന്ന് തന്നെ ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം മറ്റുള്ളവർ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അവർ വന്നിട്ട് കുഞ്ഞിനെ എടുക്കുമ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എന്തായാലും ആ കുറവ് പരിഹരിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ തുലാഭാരം നടത്താൻ പറ്റുമെങ്കിൽ ഇന്ന് ഈവനിങ് തുലാഭാരം നടത്തണം അമ്പലത്തിൽ. അത് കഴിഞ്ഞ് നാളെയും അമ്പലത്തിൽ പോയിട്ട് നാളെ ഈവനിങ് ഇവിടെ നിന്ന് തിരിക്കത്തുള്ളൂ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ വീഡിയോഗ്രാഫി അലോഡ് അല്ല. ഒരുപാട് ഫ്രണ്ടിൽ നിന്നിട്ടുള്ള വീഡിയോഗ്രാഫിയൊന്നും ഇപ്പോൾ അധികം അവർ അലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അലോഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസത്തെ ഒരു വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ തുലാഭാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു 5:30-6 മണിയോടുകൂടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി തുലാഭാരമൊക്കെ നടത്തി കുഞ്ഞുങ്ങൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ 9 മണിയായി. നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് വേണ്ടി തുലാഭാരത്തിന് വേണ്ടി നിർത്തിയില്ല. കാര്യം പിറ്റേ ദിവസവും നല്ല തിരക്ക്, രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അന്ന് തന്നെ നടത്താമെന്ന് വിചാരിച്ചു. നമ്മുടെ വന്ന ആ സമയത്ത് ഈവനിങ് തന്നെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ആ നേർച്ച ഭഗവാന്റെ മുന്നിൽ നമ്മൾ നടത്തി. കണ്ണനെ കണ്ടു, തൊഴുതിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ചയാണ് ത്. അപ്പോൾ പിന്നീട് നമ്മൾ ദ്വാരക ഹോട്ടലിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലേക്ക് എത്തി. ഇതാണ് നമ്മളെടുത്ത റൂം കേട്ടോ. 2 റൂം, ഇതുപോലുള്ള 2 റൂമാണ് എടുത്തിട്ടുള്ളത്. ഈ റൂമിൽ ഞാനും അമ്മമാരും പിന്നെ മക്കളുമാണ് കിടന്നത്. പിന്നെ അപ്പുറത്തെ റൂമിലാണ് ഏട്ടനും അച്ഛനും കൂടെ കിടന്നത്. സെയിം ഇതുപോലുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ. ഇതേ സെയിം റൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. പിറ്റേ ദിവസമാണിത്. അപ്പോൾ രാവിലെ 9 മണിയോടുകൂടി തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഏട്ടനും അമ്മയെന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ അമ്മയും കൂടി രാവിലെ 4 മണിക്ക് എണീറ്റ് അവർ അമ്പലത്തിൽ പോയി. അമ്മയ്ക്കൊരു നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ അമ്മയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുവാണ്. തിരിച്ച് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ഏട്ടൻ വരും. ഇപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന ആ ഒരു കാഴ്ചയാണിത്. നമ്മൾ റൂം എടുത്ത ഹോട്ടലിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് ഫ്രണ്ടേ ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ബേക്കെ ഒരു മോളെ എടുത്തിട്ട് അമ്മയും ഉണ്ട്. ഏട്ടനാണ് ഈ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് മറ്റേ ഏട്ടൻ്റെ അമ്മ അമ്പലത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂം എടുത്ത ഹോട്ടലിൽ നിന്ന് നടന്ന് വരാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നടന്നാണ് വന്നത്. കാർ അവിടെ ഇട്ടിട്ട് നടന്നാണ് വന്നത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇരുവശങ്ങളിലും ഒത്തിരി കടകളുണ്ടല്ലേ. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ആ കടകളിലുള്ളത്. എന്തെങ്കിലും വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനും തിരിച്ചു വന്നത് കേട്ടോ. ആ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. ഒരു ചെറിയൊരു കൃഷ്ണനെ വാങ്ങിച്ചു. ഭഗവാന്റെ നടയിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും അതൊരു ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത്. വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. അത് ആ ആഗ്രഹവും സാധിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ കയറി തൊഴുതിട്ട് തിരിച്ചിറങ്ങുകയാണ്. കൂടുതലായിട്ട് വീഡിയോ എടുക്കാത്തത്, അങ്ങോട്ടൊന്നും അലോഡല്ല, വീഡിയോഗ്രാഫിയൊന്നും അലോഡല്ല, അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ക്ഷേത്രത്തിൽ കയറിയിട്ട് പിന്നെ തിരിച്ചു വന്ന് വെക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെയും ലേറ്റ് ആവും. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നീട് മമ്മിയൂർ പോകണമായിരുന്നു. മമ്മിയൂർ പോയതിന് ശേഷം
പുന്നത്തൂർ കോട്ടയം കണ്ട് അവിടെ നിന്ന് നേരെ പിന്നെ തൃശ്ശൂർ വന്ന് വടക്കുംനാഥനിലും കയറിയിട്ട് വേണം നാട്ടിലേക്ക് പിന്നെ തിരിച്ചു വരാൻ. അപ്പോൾ അതിനേക്കാൾ നല്ലത് സമയം എത്രത്തോളം നമുക്ക് നേരത്തെ ആക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് വെക്കേറ്റ് ചെയ്ത ഉടനെ നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ മഞ്ജുളാലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മഞ്ജുളാലിൻ്റെ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിനി പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പോരായ്മകളൊക്കെ പരിഹരിക്കും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.